ഒരു സ്ത്രീക്കാണെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടോ എന്ന് അവർക്ക് വരുന്നതിന് മുന്നേ തിരിച്ചറിയാൻ എന്തെങ്കിലും ലക്ഷണങ്ങളോ വഴികൾ എന്തെങ്കിലും ഉണ്ടോ? മെജോറിറ്റി ആൾക്കാരിൽ ലംബല്ല, അതൊരു മുഴയായിട്ടാണ് അത് പ്രസൻറ്റ് ചെയ്യുക. പിന്നെ ചില ആൾക്കാരിൽ അത് നിപ്പിൾ ഡിസ്ചാർജ് ആകും. എല്ലാ നിപ്പിൾ ഡിസ്ചാർജും ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ സിംറ്റംസ് ആയിട്ട് നമ്മൾ പറയാറില്ല. നേരത്തെ പറഞ്ഞ പോലെ ഹോർമോൺ റിലേറ്റഡ് ആയിട്ടുള്ള ചേഞ്ചസിന് പച്ച നിറത്തിൽ അല്ലെങ്കിൽ പച്ചവെള്ളത്തിൻ്റെ നിറത്തിലൊക്കെ ഡിസ്ചാർജ് വരാം. അതൊന്നും ഒരു റിസ്ക് ആയിട്ട് നമ്മൾ പലപ്പോഴും കരുതാറില്ല. പക്ഷേ ബ്ലഡ് സ്റ്റെയിൻ നിപ്പിൾ ഡിസ്ചാർജ്, രക്തം കലർന്നിട്ടുള്ള നിപ്പിൾ ഡിസ്ചാർജ് ഷുഡ് 100% നമ്മൾ ക്യാൻസർ ഇല്ല എന്നുള്ളത് ഉറപ്പ് വരുത്തേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ സ്കിൻ ചേഞ്ചസ്, ചിലപ്പോൾ നിപ്പിൾ ഉള്ളിലേക്ക് വലിയുക, സ്കിന്നിൻ്റെ പുറത്ത് ചുമന്ന് വേദന ഇല്ലാതെ അല്ലെങ്കിൽ വലിയ മുറിവുകളൊന്നും ഇല്ലാതെ ചുമന്ന് തടിച്ച് വരിക, കക്ഷത്തിൽ മുഴകൾ വരിക, കഴുത്തിൽ മുഴകൾ വരിക, ഇതൊക്കെയാണ് നമ്മൾ യൂഷ്വലി ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ സിംറ്റംസ് ആയിട്ട് കാണുക. അപ്പോൾ പലപ്പോഴും നമ്മൾ മുഴകൾ തന്നെ എനിക്കൊന്നൊരു 80% മുഴകളായിട്ടാണ് പലപ്പോഴും കുളിക്കുമ്പോൾ കയ്യിൽ തടഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടാണ് പേഷ്യൻസ് ഒ പിയിൽ വരിക. അപ്പോൾ ലംബാണ്, അതായത് മുഴയാണ് ഏറ്റവും കോമൺ സിംറ്റംസ്. പിന്നെ ബാക്കി പറഞ്ഞതൊക്കെ നമുക്ക് ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ സിംറ്റംസ് ആയിട്ട് വരും. ബ്രസ്റ്റ് ക്യാൻസർ എന്ന് പറയുമ്പോൾ തന്നെ അത് സ്ത്രീകൾക്ക് വരുന്നൊരു ഇതാണെന്നാണ് മിക്കവരും ചിന്തിച്ച് വെച്ചേക്കുന്നത്. പക്ഷേ ഞാൻ റീസെൻ്റ്ലി എവിടെയോ ഒരു പുരുഷന് വന്നിട്ടുള്ളത് വായിച്ചിട്ടുണ്ട്. ശരിക്കും അങ്ങനെ പുരുഷന്മാർക്കും ബ്രസ്റ്റ് ക്യാൻസർ വരുമോ? നമ്മൾ 1% ആണ് പറയുന്നത്. മെയിൽ ഇൻസിഡൻസ് 100-ൽ ഒരു പുരുഷന് ബ്രസ്റ്റ് ക്യാൻസർ വരാം. നമ്മൾ ഇഷ്ടംപോലെ സ്ത്രീകൾക്ക് കാണുന്ന അത്രയും കാണുന്നില്ല, ബട്ട് സ്റ്റിൽ പുരുഷന്മാരിൽ കാണാറുണ്ട്. ഓക്കെ, അപ്പം സ്ത്രീകൾക്ക് നമുക്ക് ബ്രസ്റ്റ് റിമൂവ് ചെയ്യാൻ പറ്റും. അപ്പം പുരുഷന്മാർക്ക് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ എന്താണ്? പുരുഷന്മാരിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ മാസ്റ്റക്ടമിയാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ്. കാരണം ഒന്നാമത് ബ്രസ്റ്റ് ടിഷ്യൂ കുറവാണ്, ലം സൈസ് മിക്കപ്പോഴും ഒരു 2-3 സെൻറ്റിമീറ്റേഴ്സ് ആകുമ്പോഴായിരിക്കും അറിയുക. അപ്പോൾ നമുക്ക് സ്ത്രീകളിൽ നമുക്ക് ഓപ്ഷൻ ഉണ്ട്, ബ്രസ്റ്റ് കൺസർവേഷൻ ഒരു ഓപ്ഷൻ ഉണ്ട്. കാരണം ബ്രസ്റ്റ് ടിഷ്യൂ ഉള്ളതുകൊണ്ട് നമുക്ക് അതിൻ്റെ അഡ്വൈസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ കൊടുക്കാനുണ്ട്. പക്ഷേ മെയിൽസിൽ നമ്മൾ മെജോറിറ്റി 99% ആൾക്കാരിലും നമ്മൾ മാസ്റ്റക്ടമി തന്നെയാണ്, ബ്രസ്റ്റ് റിമൂവ്. കാരണം ഒന്നാമത് അത് അറിയില്ല. സാർ പറഞ്ഞ പോലെ അതായത് മെയിൽസിന് അവർ ഓർഗൻ പ്രിസർവേഷൻ എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ് വേണ്ടല്ലോ. കാരണം അവർക്ക് കാരണം ഈ ഇമോഷണൽ കണക്റ്റ് ഇല്ല, ദെൻ ബോഡി ഇമേജിൻ്റെ ഇഷ്യൂ ഇല്ല, അതൊക്കെ സ്ത്രീകൾക്കാണല്ലോ വരുന്നത്.